ദൈവനാമത്തോടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ ഈ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. സന്ദേശത്തിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവ സന്ദേശത്തിലെ വിഷയമെന്ന് പറയുന്നത് ആദനും അവയെയും ദൈവം ഏദേൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് പാർപ്പിച്ചിരുന്നു. വളരെ അനുഗ്രഹമായ നിലയിലാണ് അവർ ദൈവമായ ബന്ധത്തിൽ മുന്നോട്ട് പോയത്. തേജസ്സിനാൽ മൂടപ്പെട്ടവരായിരുന്നവർ, ദൈവത്തിൻ്റെ തേജസ്സിനാൽ മൂടപ്പെട്ടവരായിരുന്നു. എന്നാൽ ഒരിക്കൽ പിശാച് അവിടെ കടന്നു വന്നു. അവരോട് ചോദിച്ചെങ്ങനെയാണ്, ദൈവം വാസ്തവമായി വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, തോട്ടത്തിലെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ കനി പറിച്ച് തിന്നരുത് എന്ന് ദൈവം വിലക്കിയിട്ടുണ്ട് എന്ന് പറയാനിടയായി. എന്നാൽ ഈ പിശാച് പറഞ്ഞത്, പറിച്ച് തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലാകുമെന്ന് പറഞ്ഞു. ദൈവത്തെ പോലാകാൻ ആഗ്രഹിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ പോലാകാൻ അവർ ഈ പാമ്പ് പറഞ്ഞതുപോലെ അവരാകാൻ ആഗ്രഹിച്ചത്, അത് ഹവ്വ പറിച്ച് തിന്നു ആദാമിനും കൊടുത്തു. രണ്ടുപേരും തിന്നു. അവർ ദൈവത്തെ പോലായില്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയി. അവർ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. വിലക്കപ്പെട്ട കനി പറിച്ച് തിന്നതുകൊണ്ട് അവർ ദൈവമായ ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അപ്പം ഇവിടെ ചിന്തിക്കുന്നത്, സാത്താൻ പറഞ്ഞത് കനി പറിച്ചു തിന്നുന്ന ആളി ദൈവത്തെ പോലാകുമെന്നാണ്. ഈ സാത്താനാകട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സിംഹാസനത്തിൽ സ്വർണ്ണച്ചിറകുള്ള വളരെ അതിമനോഹരമായ ഒരു ദൂതനായിരുന്നു, പാട്ട് പാടുന്ന, കുതിച്ച് ദൈവമായ ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൂതനായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ സിംഹാസനം പിടിച്ചടക്കണം, ദൈവത്തിൻ്റെ മീതെ കയറണം എന്നൊക്കെ ആഗ്രഹം ഉള്ളിലുണ്ടായി. അങ്ങനെ ദൈവത്തിൻ്റെ വാളിനാൽ വെട്ടി, അങ്ങനെ വെട്ടേറ്റ് ശാപമായി തീർന്നതാണ് ഈ സാത്താൻ. ആദ്യം ദൂതനായിരുന്നു. ഇങ്ങനെ ആഗ്രഹമുണ്ടായി ദൈവത്തിൻ്റെ വെട്ടേറ്റ് ഭൂമിയിലേക്ക് പതിച്ചു. അപ്പോൾ ദൈവത്തിനെ പോലെ ആകാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സുഖാസനം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്, ദൈവം ഇരിക്കുന്ന സ്ഥാനത്തിരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ്, അതായത് ആ ദൂതനാണ് ഈ ആദനും ഹവ്വയെ ദൈവത്തെ പോലാകുമെന്ന് പറഞ്ഞു അവരെ ഈ ബന്ധം, ദൈവമായ ബന്ധത്തിൽ നിന്ന് അന്യപ്പെടുത്തിയത്. സ്തോത്രം, ഈ സാത്താനാണ്. സ്തോത്രം. ഇന്നും അതുപോലെ തന്നെയാണ്. ദൈവിക വ്യവസ്ഥകൾ, ദൈവിക ആലോചനകളെ മറിച്ച് അതിൽ നിന്ന് അകറ്റി മനുഷ്യനെ പാപത്തിൻ്റെ വഴിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പലരെ ദൈവത്തിൽ നിന്ന് അകറ്റി പിശാചിൻ്റെ കയ്യിൽ അമർന്ന് പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാത്താനാണ് യേശുവിൻ്റെ ശിഷ്യനായ യൂദയിൽ കടന്നത്. യേശുവിനെ ഒറ്റയ്ക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചും പദ്ധതികൾ ഒരുക്കിയതൊക്കെ ഈ സാത്താനാണ്. ഈ സാത്താൻ ആ യൂദയുടെ ജീവനും കൊണ്ട് അവസാനം പോയത്. ഈ സാത്താൻ പലവിധമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. യേശു ആരാൻ അവസാനം പറഞ്ഞു. യേശുവിനെ ക്രൂശിച്ചത് സാത്താൻ്റെ ഒരു വലിയ പങ്കുണ്ട്. പക്ഷേ
ആ ക്രൂശിൽ കൂടെ യേശു ക്രിസ്തു അതോടുകൂടി മരിച്ചു പോകുമെന്നാണ് വിചാരിച്ചത് സാത്താൻ. പക്ഷേ കാൽവറിയിലെ ക്രൂശിലെ യാഗത്താൽ പിശാചിന്റെ തല തകർത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അതുവരെയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് താഴോട്ടുള്ള കാലങ്ങളിൽ പിശാച് വലിയ വിളയാട്ടമാണ് നടത്തിയത്. പക്ഷേ തല തകരുമൊന്നും പിശാച് അറിഞ്ഞില്ല. പിശാചിൻ്റെ ഓൾറെഡി തല തകർത്ത് യേശുക്രിസ്തു. സ്തോത്രം. എന്നിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മേലായ നാമം നൽകി. ഇന്ന് പിശാചിന് തലയില്ല. പിശാചിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഭൂമിയിലുണ്ട്. ആ ശക്തിയിൽ, അതായത് സാത്താൻ്റെ ശക്തിയിൽ പലരെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ തകർച്ചയെ വിടുവിക്കാൻ ഒരുവർ മാത്രമേ കഴിയൂ, നസറേയനായ യേശു ക്രിസ്തുവിനെ. അതായത് സാത്താൻ്റെ തല തകർത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നസറേയനായ യേശുവിന് മാത്രമേ ഈ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ കഴിയൂ. അവങ്കിലേക്ക് വരുന്ന തൻ്റെ ജനത്തെ വിടിവിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചനകളിൽ ശരണപ്പെട്ട് ജീവിക്കുമ്പോൾ പിശാച് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പലരും പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് വിട്ടുപോകും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ അരികിൽ അടുത്ത് ചെല്ലുവിൻ, പിശാച് നമ്മിൽ നിന്ന് വിട്ടുപോകുമെന്നാണ്. പുതിയ നിയമത്തിൽ സ്തോത്രം, നമുക്ക് പിശാചിൽ നിന്ന് ജയം വേണമെങ്കിൽ ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് അകന്നു പോകും. ഇന്നും പെന്തിക്കോസുകാർക്കോ ആർക്കും പിശാചിൻ്റെ പ്രവൃത്തികൾ അറിയുന്നില്ല. ദൈവവചനത്തിൻ്റെ ആധികാരികത പഠിക്കുമ്പോൾ പിശാചിനെ ജയിക്കുവാൻ ഒരേ മാർഗമേ ഉള്ളൂ. കർത്താവ് യേശുവിൽ ആശ്രയിച്ചാൽ പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുവാനിടയായിത്തീരും. ഈ പിശാച് തന്നെയാണ് മോശയുടെ കൂടെ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ കൊണ്ടിട്ട് കൊല്ലുവാൻ പദ്ധതിയിട്ടത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി ഇസ്രായേൽ ജനത്തിലുള്ളത് കൊണ്ട് ദൈവം അവിടെ നിന്നൊക്കെ വിടുവിച്ച് ജയോത്സവമായി നടത്തി എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ ആലോചന ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ മനുഷ്യരില്ലാത്തത് കൊണ്ട് രണ്ടേ മനുഷ്യരേ ഉള്ളായിരുന്നു ആദിനും ഹവ്വയും. അത് ഏതേൻ തോട്ടത്തിലായിരുന്നു. പക്ഷേ പിശാചിൻ്റെ രൂപമെടുത്താണ്, അല്ലെങ്കിൽ പാമ്പ് പോലെ വന്ന് അവരെ തെറ്റിച്ച് ഇന്ന് മനുഷ്യരിൽ കൂടെയും പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിശക്തമായ പ്രവർത്തനങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങൾ, പ്രീശോലാമേൻ അല്ലെന്ന് പറയേണ്ട, മനുഷ്യനെ ദ്രോഹിച്ച് പലവിധ രീതിയിൽ ഭൂതത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് പലരെയും പ്രീശോലാമേൻ മനുഷ്യനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തിന് ഒരേ മാർഗമേ ഉള്ളൂ, പിശാചിൻ്റെ തല തകർത്തുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് വിട്ടുപോകും. ആരാധനയ്ക്ക് യോഗ്യൻ, മഹത്വ രാജാവ്, സകല പുകഴ്ചകൾക്ക് യോഗ്യനായ ദൈവമാണ്. അതുകൊണ്ട് വിടുവിക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തിൽ പ്രേസലാമേൽ അലലിയ സാത്താൻ്റെ കയ്യിൽ വിടുതൽ നൽകുവാൻ സ്തോത്രം ഒരുവന് മാത്രമേ കഴിയൂ, നസ്തനായ യേശു ക്രിസ്തുവിന്. ഹല്ലേലൂയ. കർത്താവിനെ പ്രൈസുള്ള പിശാചിൻ്റെ തല തകർത്തുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രൈസുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വിടുതൽ യേശുവിൽ നിന്നുണ്ട്. യേശുവിൽ നിന്ന് അനുഗ്രഹമുണ്ട്. യേശുവിൽ നിന്ന് ഹല്ലേലൂയ പ്രൈസുള്ളാമേ വിടുതലുണ്ട്. യേശുവിൽ നിന്ന് ഹല്ലേലൂയ അത്ഭുതമുണ്ട്. യേശുവിൽ നിന്ന് ഹല്ലേലൂയ അനുഗ്രഹമുണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ ഹല്ലേലൂയ വചനത്തെ ആശ്രയിക്കാം, യേശുവിനെ ഉയർത്താം.
ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമത്തോട്ടാകട്ടെ. ആമേൻ.